വിവാഹ ഫോട്ടോ കുളമാക്കുന്ന പൂച്ചാണ്ടികൾ. വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ മുഹൂർത്തമാണ്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ സുവർണ നിമിഷങ്ങൾ ഒപ്പിയെടുത്തത് ഒന്ന് കാണുമ്പോൾ സന്തോഷിക്കാത്ത ആരാണുള്ളത്? എന്നാൽ ഇന്ന് പല ക്രൈസ്തവ ദേവാലയങ്ങളിലും ഫോട്ടോഗ്രാഫർമാരെ കാണുന്നത് പൗരോഹിത്യ വേഷധാരികൾക്ക് വലിയ കലിപ്പാണ്. ചിലയിടങ്ങളിലെങ്കിലും ചെറുക്കൻ കൂട്ടരും പെൺകൂട്ടരും മത്സരിച്ച് ഫോട്ടോഗ്രാഫർമാരെ ഇറക്കി കാണികൾക്ക് അലോസരമുണ്ടാക്കുന്നത് വാസ്തവം തന്നെയാണ്. ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ ഒന്നോ രണ്ടോ ഫോട്ടോഗ്രാഫർമാർ ഉള്ളപ്പോൾ പോലും ചില പള്ളികളിൽ പാതിരികൾ വലിയ ഷോ കാണിക്കും. അവരെ പരസ്യമായി അപമാനിക്കും, പല നിബന്ധനകൾ വെക്കും. കൂതാശപ്പണിക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, അവരും നിങ്ങളെപ്പോലെ തന്നെ ഒരു തൊഴിൽ ചെയ്യുന്നവരാണ്. ആവശ്യക്കാരൻ്റെ താല്പര്യമനുസരിച്ച് വലിയ തുകയൊക്കെ കൊടുത്താണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ കൊണ്ടുവരുന്നത്. അവർ ഏറ്റവും മനോഹരമായി അവരുടെ ജോലി നിർവഹിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. പള്ളി അതിപരിശുദ്ധ സ്ഥലമാണ് എന്നൊക്കെയുള്ള തൊടിന്യായങ്ങൾ പറഞ്ഞാണ് ഇവർ അനാവശ്യ ഷോ പല സ്ഥലങ്ങളിലും കാണിക്കുന്നത്. എന്ത് പരിശുദ്ധി! കല്യാണം നടത്തുന്നതിനുള്ള ഒരു സ്ഥലം എന്നതിനപ്പുറം കാര്യമായ പരിശുദ്ധിയൊന്നും ചാർത്തി കൊടുക്കരുത്. എന്തൊക്കെ കൊള്ളപ്പിരിവുകൾ നടത്തിയിട്ടാണ് ഒരു കല്യാണം നിങ്ങൾ ആ പള്ളിയിൽ നടത്തുന്നത്? മുതലാക്കുവല്ലേ സജി എന്ന് കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുന്നത് പോലെ ശരിക്കും നിങ്ങൾ ആ അവസരം മുതലാക്കുകയാണ്. മാസവരി കുടിശ്ശിക ഉൾപ്പെടെ മുഴുവൻ കുടിശ്ശികയും തീർക്കണം. വിളിച്ചു ചൊല്ലു ഫീസ്, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഫീസ്, കാർമ്മികനുള്ള പ്രത്യേക ഫീസ്, വരുന്ന പാതിരികൾക്കുള്ള ഫീസ്, കൊയറിനുള്ള ഫീസ്, സ്ത്രീധനത്തിൻ്റെ 10% പസാരം, കപ്പ്യാർക്കുള്ള ഫീസ്, ഇതെല്ലാം കഴിഞ്ഞ് മൃഷ്ടാന ഭോജനവും ശരിക്കും വഹിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇത്രയുമെല്ലാം പണം പടുങ്ങിയ ശേഷം മുടിഞ്ഞ താരിപ്പുകളും പള്ളി പുണ്യസ്ഥലമാണ്, അടങ്ങി ഒതുങ്ങി നിന്ന് ഞങ്ങൾ പറയുന്ന പോലെ ഫോട്ടോ എടുക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു ഇടവകയിൽ ഒരു പാതിരി കല്യാണം കുളമാക്കി കൊടുത്തു. പാതിരി കെട്ടെടുക്കാറായപ്പം കയറി വട്ടം നിന്നതിനാൽ മിന്നുകെട്ട് പോലും ഫോട്ടോഗ്രാഫർക്ക് എടുക്കാനായില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് ഓടി ശാപ്പാടടിക്കുവാൻ പാതിരി പോയി ഇരുന്നപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ പോയി പാതിരിയോട് ചോദിക്കുന്നത് കേൾക്കുക. ആ ചോദ്യത്തിന് വളരെ മാന്യത കൂടി പോയില്ലേ? അവര് ഫോട്ടോ എടുക്കുക അച്ഛൻ പറഞ്ഞിട്ട് അവരൊരു സൈഡിലേക്ക് മാറിയുന്നു. അല്ലല്ല അച്ഛൻ അവര് ഒരു സൈഡിലേക്ക് മാറിയുന്നു. അപ്പൊ അതിനുള്ള സൗകര്യം കൂടി കൊടുക്കണം. ഈ അച്ഛൻ മട്ടം നിന്നുകൊണ്ട് അവര് താലി കെട്ടുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല, കിട്ടിയില്ല. ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടുമോ? ഞാനാണ് അച്ഛനെ വെച്ചെടുത്ത് മാറിയില്ലെന്ന് പറഞ്ഞത്. അതൊക്കെ വളരെ മോശമൊക്കെ. നല്ല പൈസ അവരെ നിന്ന് പൈസ ഒക്കെ വാങ്ങുന്നതല്ലേ അച്ഛാ. അപ്പൊ അത് ശരി. ഇതൊക്കെ കണ്ട ഒരു വിശ്വാസിയുടെ ചെറിയ പ്രതികരണം. സുനിൽജി നമസ്കാരം. ആ മനുഷ്യൻ പറഞ്ഞത് തികച്ചും ഹൃദയസ്പർശിയായ ഒരു വാക്കുകളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ആരെങ്കിലും ആയിരിക്കും ആ വരനും വധുവും. ആ താലികെട്ടിൻ്റെ സമയത്ത് ആ കത്തനാരി കയറി വട്ടം നിന്നുകൊണ്ടായിരിക്കണമല്ലോ അയാൾക്ക്. ഇനി അത് രണ്ടാമത് ആവർത്തിക്കാൻ പറ്റുമോ? നാടകം പോലെ കളിക്കാൻ പറ്റില്ലല്ലോ. ഇവന്മാരുടെ ഓർഡിനേഷൻ, ഇവന്മാരുടെ സ്ഥാനാരോഹണം, കുമ്പാളത്തൊപ്പി വെക്ക്, ഇതിനൊക്കെ ലൈവ് ടെലികാസ്റ്റ് നടത്താം. ആയിരക്കണക്കിന് ഫോട്ടോസ് എടുക്കാം. 100 കണക്കിന് ഫോട്ടോഗ്രാഫേഴ്സ് ആ ആൾക്കാരുടെ മുകളിലും കർത്താവിൻ്റെ തോളിലും കയറിയിരുന്ന് ഫോട്ടോ എടുത്താൽ ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് സമ്മതിക്കില്ല. ചില പള്ളികളിൽ പാലാരൂപതയിലൊക്കെ ഞാൻ പണ്ട് പോയപ്പോൾ കണ്ടിട്ടുണ്ട്, ലൈറ്റ് ഇടാൻ സമ്മതിക്കില്ല. ഫോട്ടോഗ്രാഫേഴ്സിനെ പുറത്താക്കിയതുണ്ട്. 1989-88 കാലത്തൊക്കെ ഞാൻ അവിടെ പോയ സമയത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ബിഷപ്പിൻ്റെ തീരുമാനമാണ്, അകത്ത് ലൈറ്റ് പാടില്ല. പക്ഷേ ഇവൻ്റെയൊക്കെ ഓർഡിനേഷൻ ചടങ്ങുകൾ മാമാങ്കങ്ങളിലൊക്കെ മറ്റേ സ്ഥാനാരോഹണം, ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, ആർച്ച് ഇല്ലാത്ത ബിഷപ്പൊക്കെ ആകുമ്പോൾ വീഡിയോഗ്രാഫേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും എടുത്തു പറയേണ്ടതാണ്. ശരിയല്ലേ? പെണ്ണ് കെട്ടാൻ സാധിക്കാത്ത പാതിരികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. പട്ടിണിയിരിക്കുന്നവൻ്റെ മുന്നിൽ പാൽപ്പായസം വിളമ്പുന്നത് പോലത്തെ പണിയല്ലേ ഇത്? കൊതിക്കേട് എന്നൊരു സാധനമുണ്ട്. അതുകൊണ്ട് പെണ്ണ് കെട്ടാതെ പ്രകൃതി വിരുദ്ധ ജീവിതം നയിക്കുന്ന ഒരുത്തനെ കൊണ്ടും മക്കളെ കെട്ടിക്കരുത്. ഇനിയെങ്കിലും പാതിരികൾ വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ വട്ടം കയറി നിൽക്കരുത്. ബന്ധുക്കൾ പിടിച്ചു മാറ്റും, പറ്റിയാൽ അടിയും പറ്റിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.